എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ശ്രീനാരായണ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്കും അതിൻ്റെ പ്രസിഡൻ്റായ ശ്രീ PV ചന്ദ്രനോടും അതിൻ്റെ എല്ലാ ഓഫീസ് ബെയറേഴ്സിനോടും പ്രത്യേകിച്ച് ശ്രീ നന്ദകുമാറിനോടും എൻ്റെ വ്യക്തിപരമായും നമ്മുടെ സംഘടനയുടെ പേരിലും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഇത്രയും വളരെ നല്ല രീതിയിൽ ഇത്രയും നല്ലോണം എല്ലാം അറേഞ്ച് ചെയ്തതിന് വളരെ നന്ദി പറയുന്നു. ഞാൻ ആദ്യം ഈ ശ്രീനാരായണിസം എന്താണെന്നുള്ളതിനെ കുറച്ച് എക്സ്പ്ലനേഷൻ എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയും. പിന്നെ ഇതിൻ്റെ ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞങ്ങൾ ശ്രീനാരായണിസം ഒന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഗുരുദർശനത്തിനെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു മെത്തഡോളജിയാണ്, അല്ലാതെ വിശ്വാസങ്ങളല്ല. ആ മെത്തഡോളജി എന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം മനസ്സിലാക്കണമെങ്കിൽ സെൽഫ് സ്റ്റഡിയിലൂടെ മനസ്സിലാക്കണം എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ്. സെൽഫ് സ്റ്റഡിയിലൂടെ മനസ്സിലാക്കണം. അത് ഈ മറ്റ് മതങ്ങളിൽ ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലൊക്കെ അവർ പറയുന്നു, ഈ അവരുടെ ശാസ്ത്രങ്ങളെ നേരിട്ട് വായിക്കണം, എല്ലാവരും വിശ്വാസികൾ നേരിട്ട് വായിച്ച് മനസ്സിലാക്കണം എന്നാണ്. അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് വാസ്തവത്തിൽ ശ്രീനാരായണ മൂവ്മെൻറ്റിലും ആവശ്യമാണ്. എന്നുവെച്ചാൽ കാരണം സംഘടിത മതങ്ങൾ ലോകത്ത് എമ്പാടും വലിയ കോർപ്പറേറ്റ് ശക്തികളും പൊളിറ്റിക്കൽ ശക്തികളും ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അവർ നിഷ്പക്ഷമായി ഇപ്പോൾ സംസാരിക്കാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അത് ശ്രീനാരായണ മൂവ്മെൻറ്റും അതിനൊരു അപവാദമല്ല. വലിയ ശക്തികൾ, വലിയ തുകകൾ, ഒരുപാട് പണം അവർ വന്നു. ഇനി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സ് അതോറിറ്റീസും ഒക്കെ അവർക്ക് വലിയൊരു ഇഷ്യൂ ആണ്. അവർക്ക് സർക്കാരിനെ പിണക്കാനൊക്കില്ല. അവർക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഒരുപാട് ധനമുണ്ട്. അപ്പോൾ അവർക്ക് സ്വതന്ത്രമായി സംസാരിക്കാൻ പറ്റുന്നില്ല. അവർ വളരെ വിവരമുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഒരുപാട് ബഹുമാനമുള്ള ആൾക്കാരാണ് ഈ സ്വാമിമാരും, ഗുരുകുലത്തിലുള്ള സ്വാമിമാരും, നമ്മുടെ ധർമ്മസംഘത്തിൽ ശിവഗിരിയിലുള്ള സ്വാമിമാരും, SNDP നേതാക്കന്മാരും. ഇവരോടൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ബഹുമാനമുണ്ട്. പക്ഷേ അവർ ഒരുപാട് പ്രോപ്പർട്ടി മാനേജ് ചെയ്യാണ്. ഈ ഗുരുകുലമല്ല, ഈ ധർമ്മസംഘത്തിനും SNDPക്കും ഒക്കെ ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു റൂളിംഗ് ഗവൺമെൻറ്റുമായിട്ട് വലിയ വഴക്കിട്ട് സംസാരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല. അപ്പം പല മതങ്ങളും ഇവരുടെ കൺട്രോളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ ജഗത് ഗുരുക്കന്മാരെ മനസ്സിലാക്കേണ്ടത്? അപ്പം അതിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അത് സെൽഫ് സ്റ്റഡിയാണ്. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ മനഃപൂർവ്വം ഒരു റിസോഴ്സസും റേസ് ചെയ്യാതെ നടത്തുകയാണ്. ഞങ്ങൾ ഓഫീസില്ല, സംഘടനയില്ല, സ്റ്റാഫില്ല, ഞങ്ങൾ കുറച്ച് പേര് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ റിസോഴ്സസ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെടും. ഇപ്പം ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, സ്വതന്ത്രമായി സംസാരിക്കുന്നു, സത്യസന്ധമായി സംസാരിക്കുന്നു, ആത്മാർത്ഥമായി സംസാരിക്കുന്നു. അപ്പോൾ അപ്പോൾ ഈ സെൽഫ് സ്റ്റഡിയിലൂടെ മാത്രമേ നമുക്കിനി ഗുരുവിനെ ഡിസ്കവർ ചെയ്യാൻ നോക്കുകയുള്ളൂ. അപ്പോൾ ഗുരുവിൻ്റെ ഇപ്പോഴത്തെ നാരറ്റീവ് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ശ്രീനാരായണ ഗുരു ഒരു അദ്വൈത വേദാന്തിനാണ് എന്നുള്ളൊരു നാരറ്റീവാണ്, കുറേ നാൾ കൊണ്ടുള്ളൊരു നാരറ്റീവാണ്. പക്ഷേ ഇപ്പോൾ അത് ശ്രീനാരായണ മൂവ്മെൻറ്റ്സ് കൂടെ വലിയ തോതിൽ അതിനെ പ്രചരിപ്പിക്കുകയാണ്. അത് ശരി, അതൊരു നാരറ്റീവാണ്. അതിൽ ആൾക്കാർക്ക് വിശ്വാസമുണ്ട്, അത് അവരങ്ങനെ കാണുന്നു. ആ ഗുരുവിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ആരുടെയും വിശ്വാസത്തിനെ കുറിച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ വിമർശിക്കേണ്ട ആവശ്യമില്ല. അത് ഓരോരുത്തരുടെയും വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്. വള്ളാതുരുത്തി പ്രസംഗത്തിലും SNDPയോട് ഗുരു മനസ്സിലാക്കിപ്പിക്കുകയാണ്, വിശ്വാസ സ്വാതന്ത്ര്യം വേണം എന്ന് എല്ലാവർക്കും. അപ്പോൾ ആ വിശ്വാസ സ്വാതന്ത്ര്യം അനുസരിച്ച് ആത്മാർത്ഥമായി ഗുരുവിനെ അദ്വൈത വേദാന്തിനായി കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ വിശ്വാസത്തിനെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശ്രീനാരായണ ഗുരു ഒരു മഹാസമാധി കഴിഞ്ഞിട്ട് ഏകദേശം 97 വർഷമായി. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മം കഴിഞ്ഞിട്ട് 171 വർഷമായി. എന്നിട്ടും ശ്രീനാരായണ ഗുരു കേരളത്തിൽ പോലും
ഒരു ചെറിയ വിഭാഗം തീയ ഈഴവ കമ്മ്യൂണിറ്റിയുടെ അപ്പുറത്ത് അതിൽ പോലും പൂർണ്ണമായി ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിനെ ഫോളോ ചെയ്യുന്നില്ല. പടങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്, വലിയ തോതിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ മറ്റ് പല താല്പര്യങ്ങൾ വെച്ചിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര പേര് ശ്രീനാരായണ ഗുരുവിനെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ശ്രീ പി വി ചന്ദ്രൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഞാനൊരു കമ്പാരിസൺ എൻ്റെ മനസ്സിൽ വരുന്നത്, യേശു ക്രിസ്തു ക്രൂസിഫൈ ചെയ്ത് ക്രൂസിഫിക്ഷൻ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ ക്രിസ്ത്യാനിറ്റി ഡെവലപ്പ് ചെയ്തതെന്നാണ് ഞാൻ കുറേ വായിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ യേശു ക്രിസ്തു മരിച്ച് ഒരു 70 വർഷം 100 വർഷത്തിന് മുമ്പ് അപ്പോസിൽസ് എല്ലാം, അവസാനത്തെ അപ്പോസിൽ സെയിൻറ്റ് ജോൺ മരിക്കുന്നത് ഏകദേശം 100 AD-ലാണ്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് മരിച്ചു കഴിഞ്ഞിട്ട് ഒരു 60-70 വർഷം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് അപ്പോസിൽ മരിക്കുന്നത്. ആ സമയത്തൊക്കെ ജീസസ് ക്രൈസ്റ്റിനെ കണ്ടിരുന്നത് ഒരു ജൂയിഷ് റിലിജൻ്റെ റിഫോം മൂവ്മെൻ്റ് ആയിട്ടാണ് കണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് കൊച്ചു ആൾക്കാർ ജീസസ് ക്രൈസ്റ്റിനെ അങ്ങനെ കണ്ട്, ജൂയിഷ് ആൾക്കാരുടെ റിഫോമറായിട്ട് കണ്ടിട്ട് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുടെ എതിരെ വലിയ അത്യാചാരം നടത്തും, വലിയ തോതിൽ അവരെ സപ്രസ് ചെയ്യാണ്. പക്ഷെ പതുക്കെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ചുറ്റുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നു ഇദ്ദേഹത്തിൻ്റെ സന്ദേശം വെറും ഒരു ജൂയിഷ് റിലിജനെ റിഫോം ചെയ്യുന്ന ഒരു സന്ദേശമല്ല. ഇത് ജീസസ് ക്രൈസ്റ്റ് പറയുന്നതിൽ വലിയൊരു പുതിയ സന്ദേശമുണ്ട്, വളരെ വലിയൊരു പുതിയ സന്ദേശമുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ചില ആൾക്കാർ മനസ്സിലാക്കുന്നു. അവർ പറയുന്നു ജീസസ് ക്രൈസ്റ്റ് ആദ്യമായിട്ട് ലോകത്തിനോട് പറയാണ് ദൈവം എന്ന് വെച്ചാൽ സ്നേഹമാണെന്ന് പറയുന്നു. അതൊരിക്കലും ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. ദൈവത്തിനെ ഒരു ഭയക്കേണ്ട ഒരു ശക്തിയായി, നമ്മളെ തിരുത്തുകയും പണിഷ് ചെയ്യുന്ന ഒരു വലിയൊരു സുപ്രീം കോർട്ടിനെ പോലെ നമ്മളെ ജഡ്ജ് ചെയ്ത് ട്രൈ ചെയ്ത് പണിഷ് ചെയ്യുന്ന ഒരു ശക്തിയായിട്ടാണ് അതുവരെ കണ്ടിരുന്നത്. പക്ഷെ ജീസസ് ക്രൈസ്റ്റിൽ നിന്നും ഒരു പുതിയൊരു സങ്കല്പം വരുന്നു. ദൈവം അൺകണ്ടീഷണലായിട്ട് മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു പുതിയ സങ്കല്പം. അതുകൊണ്ട് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ജീസസ് ക്രൈസ്റ്റ് സ്വയം മരിക്കുന്നു. മനുഷ്യനെ പണിഷ് ചെയ്യുന്നില്ല, സ്വയം മരിക്കുകയാണ്. ഈ ഒരു പുതിയ സങ്കല്പം ഇത് വെറും ജൂയിഷ് റിലിജൻ്റെ റിഫോം അല്ല, ഇത് മനുഷ്യത്വത്തിന് എല്ലാ മനുഷ്യർക്കും പ്രസക്തമായിട്ടുള്ളൊരു സന്ദേശമാണ് എന്ന് അവരിൽ ചിലർ മനസ്സിലാക്കുന്നു. എന്നിട്ട് അതിനെ എംഫസൈസ് ചെയ്യുന്നു. മറ്റുള്ള ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ആൾക്കാരെ ആ മതത്തിലേക്ക്, ആ അഭിപ്രായത്തിലേക്ക് കൊണ്ടുവരുന്നു. വലിയ തോതിൽ ക്രിസ്ത്യാനിറ്റി വളരുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ റിലിജനായി മാറിയിരിക്കുന്നു. ഇതുമായിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ ഏകദേശം ഈ സമയത്താണ് ജീസസിൻ്റെ ക്രൂസിഫിക്കേഷൻ കഴിഞ്ഞിട്ട് 70, 80, 100 വർഷം ആകുമ്പോഴാണ് ഈ ഒരു പുതിയ സന്ദേശം അങ്ങോട്ട് വരുന്നതും വലിയ തോതിൽ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുന്നത്. ഒരു 300 AD വരെ ഒരുപാട് ഓപ്പറേഷൻ നടന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ വലിയൊരു ഗ്രോത്ത് ഉണ്ടാകുന്നു. അപ്പോൾ ഇതും ഗുരുദേവനുമായിട്ട് കമ്പയർ ചെയ്താൽ ഗുരുദേവനെ ഇപ്പോഴും നമ്മളൊരു തടങ്കിൽ വെച്ചിരിക്കുകയാണ്. ഒരു ആദിശങ്കരൻ്റെ ഫോളോവർ. ചിലർ പറയും അദ്വൈതനാണ്, പക്ഷേ ആദിശങ്കരൻ്റെ ഫോളോവർ അല്ല. പക്ഷേ അദ്വൈതം എന്ന് പറഞ്ഞാൽ ആദിശങ്കരനാണ് അത് ഫോർമുലേറ്റ് ചെയ്തത് ഒരു ഫിലോസഫി ആയിട്ട്. മറ്റൊരു അദ്വൈതമില്ല. അപ്പോൾ ഈ ബ്രാഹ്മണ മതത്തിൻ്റെ ഉള്ളിൽ അതിനെക്കുറിച്ച് നമുക്കൊരു ക്രിറ്റിസിസവും ഇല്ല. പക്ഷെ ആ മതത്തിൻ്റെ ഉള്ളിൽ തടങ്കലായി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ചെയ്തോട്ടെ, അതിൽ ഞങ്ങൾക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല. പക്ഷേ നമുക്ക് ഗുരുവിനെ മറ്റൊരു രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുമോ? ഗുരുവിന് എല്ലാ മനുഷ്യർക്കും ഒരു പുതിയ സന്ദേശമുണ്ടോ? കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും റെലവൻ്റ് ആയിട്ടുള്ള ഒരു സന്ദേശമുണ്ടോ? അതെന്താണ്? ഇന്ന് മറ്റൊരു നാരറ്റീവ് നമ്മൾ തുടങ്ങണം.
ഒരു നാരറ്റീവ് മാത്രം പോരല്ലോ, വേറെ എസ്പെഷ്യലി ബാക്കി നാരറ്റീവ്സിനെല്ലാം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു നാരറ്റീവ് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഈ ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റ് ഞങ്ങൾ കുറച്ച് പേര് തുടങ്ങിയിരിക്കുന്നത്. ഈ ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റിൻ്റെ അപ്രോച്ച്, മാനവധർമ്മം ഇങ്ങനെ വരുന്നു എന്ന് ഞാൻ താമസിയാതെ അതിനെക്കുറിച്ച് ബ്രീഫ്ലി ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഈ ശ്രീനാരായണിസം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെത്തഡോളജിയാണ്, ഒരു അപ്രോച്ചാണ്. ആ അപ്രോച്ചിൽ ഒരൊറ്റ പ്രിൻസിപ്പിളേ ഉള്ളൂ. ഒരു ശ്രീനാരായണിസ്റ്റ്, ഞാനൊരു ശ്രീനാരായണിസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു വളരെ വലിയ സന്ദേശം എല്ലാ മതങ്ങളെയും ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി പഠിക്കണം എന്നാണ്. എല്ലാവരും എല്ലാ മതങ്ങളെയും, ഗുരുദേവൻ്റെ വാക്കുകളാണ്, ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി പഠിക്കണം. ഗുരുദേവനോട് ഒരിക്കൽ ഒരു ഗുരുദേവൻ്റെ ഭക്തൻ പറഞ്ഞു, ഗുരുദേവൻ്റെ കൃതികൾ വളരെ കഠിനമാണ്, വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞു. ഗുരുദേവൻ മറുപടി, വ്യാഖ്യാനമല്ല വേണ്ടത്, പഠിക്കണം എന്ന് പറഞ്ഞു. പഠിക്കണം, അതാണ് ഞങ്ങൾ എംഫസൈസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രീനാരായണസം എന്ന് വെച്ചാൽ പഠിക്കണം, സെൽഫ് സ്റ്റഡി വേണം. അതിലൂടെ നമ്മുടെ അനുഭവത്തിലൂടെയും നമ്മുടെ യുക്തിയിലൂടെയും നമ്മുടെ ബുദ്ധിയിലൂടെയും നമുക്ക് നമ്മൾ ഗുരുദേവൻ എന്താ പറയുന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇപ്പം ഞങ്ങളിവിടെ പലരും ആക്കഡമിക്സാണ്, മാസ്റ്റേഴ്സ് ഡിഗ്രിയും PhD ഡിഗ്രിയും ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങളത് ഗുരുദേവൻ്റെ ഇത് വായിക്കുമ്പോൾ വാസ്തവത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് കൂടുതൽ അറിവ് കാരണം അതിനെ സ്ട്രെയിറ്റായിട്ട് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡ്, ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, സിംഗിൾ ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡ്. വളരെ നമ്മളെല്ലാവരും ഗുരു പറയും, നമ്മളെല്ലാം മനുഷ്യരല്ലേ. അദ്ദേഹം ഗുരുവിൻ്റെ വാക്കുകൾ വായിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനും മനസ്സിലാകും ഗുരുവിന്. ഞാൻ മനസ്സിലാകുന്നതും അദ്ദേഹം മനസ്സിലാക്കുന്നതും ഈക്വലി വാലിഡാണ്. എനിക്കൊരു പഠിപ്പോ അറിവോ ഉള്ളതുകൊണ്ട് ഞാൻ ഗുരുവിനെ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിനേക്കാളും വാലിഡാണെന്ന് പറയാൻ ഒരു ബേസിസും ഇല്ല. ഗുരു നമുക്ക് വേണ്ടി എഴുതിയതാണ്, വളരെ ബുദ്ധിമുട്ടി നമുക്ക് വേണ്ടി എഴുതിയതാണ്. നമുക്ക് ഗുരുവിനുള്ള ഓബ്ലിഗേഷൻ അതിനെ പഠിക്കണം, വായിക്കണം, നമ്മൾ തന്നെ വായിക്കണം. ഒരു ഡിക്ഷണറിയും അല്ലാതെ വേറെ ഒന്നും നമ്മുടെ കയ്യിൽ പാടില്ല. ഗുരുവിൻ്റെ വാക്കുകളും മനസ്സിലാക്കാത്ത വാക്ക് സാധാരണ പ്ലെയിൻ ലാംഗ്വേജിൽ മനസ്സിലാക്കാൻ ഒരു ഡിക്ഷണറിയും വെച്ചിട്ട് വായിക്കണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും പുതിയ രീതിയിൽ ഗുരുവിൻ്റെ സന്ദേശം മനസ്സിലാക്കാൻ നോക്കും ത്രൂ സെൽഫ് സ്റ്റഡി. ആ സെൽഫ് സ്റ്റഡിയുടെ പ്രിൻസിപ്പിൾ എല്ലാവരുടെയും സെൽഫ് സ്റ്റഡി ഈക്വലി വാലിഡ് ആണെന്ന്. അതിലൂടെ ദർശനങ്ങളും വിശ്വാസങ്ങളും ഒരുപാടുണ്ടാകും. അതിലൂടെ ഈ ഗുരുദേവൻ്റെ മെസ്സേജ് എല്ലാവർക്കും എത്തിക്കാം എന്നുള്ളതാണ്. എൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ചില സ്വാമിമാർ ആൾക്കാരോട് പറയുന്നത്, നിങ്ങൾക്ക് സംസ്കൃതം അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് വേദങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങൾ ഗുരുവിൻ്റെ ടെക്സ്റ്റിനെ നേരിട്ട് വായിക്കരുത് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഗുരു ആണെങ്കിലും എന്ന് പറയുന്നു വ്യാഖ്യാനം വേണ്ട, ആരുടെയും വ്യാഖ്യാനം വേണ്ട, പഠിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ഈ ഞങ്ങളുടെ മെസ്സേജിൻ്റെ ഒരു കോർ പോയിൻറ്റ്, സെൽഫ് സ്റ്റഡി. നാരായണസത്തിൽ വിശ്വസിക്കുന്നവർ ശ്രീനാരായണ ഗുരുവിനെ സെൽഫ് സ്റ്റഡിയിലൂടെ മനസ്സിലാക്കും. അപ്പം ഞങ്ങളിന്ന് ഈ ഓഡിയൻസിൻ്റെ മുമ്പിൽ, ഇവിടെയുള്ള ഓഡിയൻസും ഓൺലൈനായിട്ടുള്ള ഓഡിയൻസിൻ്റെ മുമ്പിൽ ഞങ്ങൾ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഞങ്ങൾ കുറച്ച് പേര് ഒരു വർഷമായി ഈ സെൽഫ് സ്റ്റഡി നടത്തുകയാണ്. ഗുരുവിനെക്കുറിച്ച്, ഗുരുവിൻ്റെ വാക്കുകൾ വായിച്ച് അത് ഞങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്ത് അതിനെ പുതിയ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതിൽ കൂടെ വലിയ ഉൾക്കാഴ്ചയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു വർഷത്തിനുള്ളിൽ ചെറിയ കുറച്ച് ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് വലിയ ഉൾക്കാഴ്ചയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൃതികൾ മാത്രമല്ല, സംഭാഷണങ്ങൾ,
സംഭാഷണങ്ങൾ, പ്രവൃത്തികൾ ഇതെല്ലാം പഠിക്കുകയാണ്. പഠിച്ചിട്ട് സെൽഫ് സ്റ്റഡിയിലൂടെ വലിയ ഉൾക്കാഴ്ച ഞങ്ങൾക്ക് കിട്ടുന്നു. അതിൻ്റെ അത് ഈ സെൽഫ് സ്റ്റഡിയുടെ ഉപയോഗത്തിൻ്റെ ഒരു ബെനിഫിറ്റ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കാൻ പോവുകയാണ്. ആദ്യം ഇതിലുള്ള ചില 3-4 ഞങ്ങൾ കണ്ട 3-4 ഉൾക്കാഴ്ചകളെക്കുറിച്ച് ഞാൻ പറയും കഴിയുന്ന വേഗം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 തീം ഗുരുദേവനെ സെൽഫ് സ്റ്റഡിയിലൂടെ ആ തീം ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് അവതരിപ്പിക്കും. ഈ 3 തീം വർണ്ണം, 1 വർണ്ണം, 2 അപരത്വം. അപ്പോൾ ഇത് രണ്ടും മനുഷ്യരുടെ ഇടയിൽ സംഘർഷമുണ്ടാക്കുന്ന കോൺസെപ്റ്റ്സാണ്, മനുഷ്യനെ വിഭജിക്കുന്ന കോൺസെപ്റ്റ്സാണ്. വർണ്ണം എന്ന് വെച്ചാൽ 4 കഷ്ണങ്ങളായി സമൂഹത്തിനെ വിഭജിക്കുന്നു. അത് ജന്മന കർമ്മണ എന്തായാലും 4 വിഭാഗം, 4 തരത്തിലുള്ള മനുഷ്യരുണ്ട്. ഒരു തരത്തിലുള്ള മനുഷ്യനല്ല എന്നുള്ളൊരു വിശ്വാസമാണ് ഈ വർണ്ണവ്യവസ്ഥ. രണ്ടാമത് അപരത്വം. ഗുരു ഏറ്റവും വളരെ ശക്തമായി ചോദ്യം ചെയ്ത ഒരു സങ്കല്പമാണ് അപരത്വം. ആരും അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനും സുഖത്തിനായി വരണം എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പോൾ ഈ 2 മനുഷ്യരിൽ നിന്നും വേർതിരിക്കുന്ന, സെപ്പറേറ്റ് ചെയ്യുന്ന, സംഘർഷമുണ്ടാക്കുന്ന 2 സങ്കല്പങ്ങൾ. അത് ഗുരു അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് ഗുരു കാണുന്നത്. ഞങ്ങൾ കണ്ട ഗുരുവിൻ്റെ ചിന്തകൾ എന്താണ് എന്ന് ഞങ്ങൾ അവതരിപ്പിക്കും. മൂന്നാമത് ഇത് രണ്ടിനും പ്രതിവിധിയായി ഗുരു നമുക്ക് തരുന്നത് അറിവ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ട് അറിവിനെക്കുറിച്ച് ഗുരു എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ കാണുന്നു. ഇതാണ് ഇന്നത്തെ 3 തീം. ഇപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഞങ്ങളെല്ലാവരും ഈ 3 തീമിനെക്കുറിച്ചും സംസാരിച്ച് ഈ സെൽഫ് സ്റ്റഡിയിലൂടെ ഞങ്ങൾ കണ്ട മറ്റൊരു ഗുരു സന്ദേശം ഒരു എക്സാമ്പിളായിട്ട് മുമ്പിൽ വയ്ക്കുന്നു. ഇത് ഈ ശ്രീനാരായണസത്തിൻ്റെ ആദ്യത്തെ ചുവടാണ്. ഇവിടെയാണ് ആദ്യമായി ഈ മലബാറിൽ, ഈ കോഴിക്കോട്ട്, എൻ്റെ അമ്മ ജനിച്ച ഈ കോഴിക്കോട്ട് ഞങ്ങൾ ആദ്യത്തെ ചുവട് വയ്ക്കുകയാണ്. ആ ചുവട് ഒരു തുടക്കം മാത്രമാണ്. ഈ സെൽഫ് സ്റ്റഡിയിലൂടെ ഗുരുവിനെക്കുറിച്ചുള്ള അറിവ് ഞങ്ങൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഉള്ള എഫർട്ടിലാണ്. അത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യണം. അതിലൂടെയോ മറ്റുള്ള മാധ്യമങ്ങളിലൂടെയോ ഷെയർ ചെയ്യണം. ആ സെൽഫ് സ്റ്റഡിയിലൂടെ കാണപ്പെടുന്ന ഗുരു ദർശനം നമ്മൾ വളരെ വ്യാപകമായി ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ആദ്യത്തെ ചുവട് വയ്ക്കുന്നത്. ഇതൊരു ചെറിയ ചുവടാണ്, പക്ഷെ ഇത് തുടക്കം മാത്രമാണ്. ഈ മെത്തഡോളജി, സെൽഫ് സ്റ്റഡി എന്നുള്ള മെത്തഡോളജിയിലൂടെ മറ്റൊരു നാരറ്റീവ്, ജനകീയമായ നാരറ്റീവ്, മനുഷ്യരെ ഒന്നിച്ചു കൊണ്ടുവരുന്ന നാരറ്റീവ്, മതദ്വേഷവും ജാതിഭേദവും ഇല്ലാത്തൊരു നാരറ്റീവ് നമുക്കുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളൊരു അറ്റംപ്റ്റാണ് ഈ ശ്രീനാരായണിസം എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്, അപ്പം എന്താണ് ഗുരുവിൽ ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഈ സെൽഫ് സ്റ്റഡിയിലൂടെ എന്താണ് നമ്മൾ ഗുരുവിൽ കാണുന്നത് എന്നുള്ള 3-4 സങ്കല്പങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. എന്നിട്ട് അതിലൂടെ ഇമർജ് ചെയ്യുന്ന ഒരു ഗുരുവിൻ്റെ ഉപദേശ സാരം എന്താണ് എന്നുള്ളൊരു ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ സെൽഫ് സ്റ്റഡിയിലൂടെ കിട്ടിയിട്ടുള്ള അറിവിനെക്കുറിച്ചും ഞാൻ സംസാരിക്കാം. ആദ്യം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ ചെയ്തപ്പോൾ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട്. വെളുപ്പിനെ 3 മണിക്ക് 6 ഇറങ്ങുന്നു, അതിൽ നിന്നും ഒരു കല്ല് കൊണ്ടുവരുന്നു, എന്നിട്ട് നടന്നു വന്ന് അതിനെ പ്രതിഷ്ഠിക്കുന്നു. ആ പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ഈ കല്ലിനെ പൊക്കി പിടിച്ചിട്ട് ഗുരുദേവൻ സംസാരിച്ചു എന്ന് ഈ വിവരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സമയത്ത് ഗുരുദേവൻ എന്ത് പറഞ്ഞു എന്നുള്ളത് കൊട്ടേഷൻ മാർക്കിട്ട്
വാക്കുകൾ എന്താണ് എന്ന് ഒരൊറ്റ സോഴ്സിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് നടരാജഗുരു എഴുതിയ ഇംഗ്ലീഷ് ബുക്കിലാണ്, ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ശ്രീനാരായണ ഗുരു എന്ന് എഴുതിയ ബുക്കിലാണ്. അത് എന്താണെന്ന് ഇദ്ദേഹം 2 കാര്യമാണ് നമ്മളിതിൽ കാണുന്നത്. നടരാജഗുരു പറയുന്നു, നമ്മളെപ്പോഴും കാണുന്നത് ഈ അവിടെയുള്ള ജനങ്ങൾ ഭയഭക്തിയോടുകൂടി അവിടെ തൊഴുതുകൊണ്ട് നിന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നടരാജഗുരു പറയുന്നത് എന്താണ്? അവിടെയുള്ള ജനങ്ങൾ സംശയത്തോടു കൂടിയാണ് നിന്നതെന്നാണ് പറയുന്നത്. സംശയത്തോടുകൂടി, ഭയത്തോടുകൂടി. എന്തായിരുന്നു സംശയം? ഈ 34 വയസ്സുള്ള യുവ സന്യാസിക്ക് ഇത് ചെയ്യാൻ അധികാരമില്ല എന്ന് ബ്രാഹ്മണത്വം പറയുന്ന ഈ സന്യാസിക്ക് ഇത് വല്ലതും ചെയ്യാൻ അറിയാമോ? ഇത് ചെയ്തു കഴിഞ്ഞാൽ വലിയ കോപം, ശാപം നമ്മളുടെ മേത്ത് വരുമോ എന്നുള്ള ഭയം, സംശയം. ഈ സംശയത്തോടു കൂടിയാണ് ഈ ജനങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നടരാജഗുരു എഴുതുന്നു. എന്നിട്ട് നടരാജഗുരു പറയുന്നു, ദീസ് വർ ദ തോട്ട്സ് ദാറ്റ് പാസ്ഡ് ത്രൂ ദ മൈൻഡ്സ് ഓഫ് സം ഓഫ് ദ crowd standing nearer to him than the rest. They watched his features to find a reply to their doubt. മുഖഭാവം നോക്കി. No answer to these questions seemed available. Guru stood in the center, his face eloquent with expression, with his eyes lifted in silent prayer. എന്നിട്ട് ഗുരു പറയുന്നതിന് കൊട്ടേഷൻ മാർക്കിൽ ഇട്ടിട്ട് നടരാജഗുരു പറയണം. നടരാജഗുരു ഡോക്ടർ പൽപൂവിൻ്റെ മകനാണ്, ഗുരുവിനെ നേരിട്ട് അറിയാവുന്ന ആളാണ്. ആ സമയത്ത് ഈ പ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് നടരാജഗുരു ജനിച്ചിട്ടില്ല. പക്ഷേ ഡയറക്റ്റ് ആക്സസ് ഉണ്ട് ഗുരുവിനോടും അച്ഛനിലൂടെ, ഡയറക്റ്റ്ലിയും അച്ഛനിലൂടെയും. അപ്പോൾ ഇത് കൊട്ടേഷൻ മാർക്കിട്ട് പറയാണ്, ലെറ്റ് ഇൻക്രീസ് ബ്ലെസ്സിങ് കം, ലെറ്റ് ദ പുവർ ആൻഡ് നീഡി ബി കംഫർട്ടഡ്. അതാണ് ഗുരു പറയുന്നത്. ഈ ശിവലിംഗം വെച്ചിട്ട് പറയാണ്, ലെറ്റ് ദ പുവർ ആൻഡ് നീഡി ബി കംഫർട്ടഡ്, ലെറ്റ് ദം പ്രോസ്പർ. പാവപ്പെട്ടവർ പ്രോസ്പർ ചെയ്യട്ടെ. ആൻഡ് ലെറ്റ് നോട്ട് ദെയർ ഡെയിലി ബ്രെഡ് ഫെയിൽ ദം ഫ്രം ഡേ ടു ഡേ. അവർ സ്റ്റാർവ് ചെയ്യല്ലേ, അവർക്ക് ആഹാരം കിട്ടണേ. May they learn to be truthful and seek the ways of happiness, each in cooperation with the other. ഒന്നിച്ചു നിന്ന് അവർ പരസ്പര സുഖത്തിനു വേണ്ടി, ഹാപ്പിനെസ്സിന് വേണ്ടി പ്രോസ്പറേറ്റ് എന്ന് പറയുന്നു. Let all hatred and dissensions vanish from among them. വിദ്വേഷവും വിഭജനവും ഇല്ലാതാകട്ടെ. Let them learn to respect the feelings of the least little creature of God. ഏറ്റവും ചെറിയ ജന്തുവിൻ്റെ വികാരങ്ങളെ ബഹുമാനിക്കാൻ, ഏറ്റവും ചെറിയ ജന്തുക്കളുടെ വികാരങ്ങളെ ബഹുമാനിക്കാൻ അവർ പഠിക്കട്ടെ. Let at least a portion of the great truth dawn on them. അവർക്ക് അറിവുണ്ടാകട്ടെ, സ്വയം അറിവുണ്ടാകട്ടെ എന്നാണ്. അവർ മറ്റുള്ളവർ പറയുന്നത് കേൾക്കട്ടെ എന്നല്ല. Let the great truth dawn on them and bring them consolation. Quote, close quotation. These were the wishes with which he lifted up his eyes. ഗുരുദേവൻ മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം അറിയുന്ന ഒരാളാണ്. പ്രതിഷ്ഠാ മന്ത്രം എന്താണെന്ന് അറിയുന്ന ആളാണ്. ഒരു സ്വാമിയാണ്, വലിയൊരു സ്വാമിയാണ്, വലിയൊരു ഇൻ്റലക്ച്വലാണ്. പക്ഷെ അന്ന് ഗുരുദേവൻ എന്താ ചെയ്തത്? പാവപ്പെട്ടവൻ്റെ ദുഃഖത്തിനെ പ്രതിഷ്ഠാ മന്ത്രമാക്കി മാറ്റി. ദൈവമെന്നൊരു വാക്കതിലില്ല.
ശിവ എന്നൊരു വാക്കില്ല. പാവപ്പെട്ടവരുടെ ദുരിതം അവസാനിപ്പിക്കട്ടെ എന്ന് മാത്രമാണ് ഗുരുവിൻ്റെ പ്രാർത്ഥന. 34 വയസ്സുള്ള ഗുരു ആദ്യമായി പറയുന്ന വാക്കുകൾ ഇതാണ് ഈ ലോകത്തിനോട്. അവസാനമായി പറയുന്ന വാക്കുകൾ ഇത് തന്നെയാണ്. അപ്പം ഇത് ഞങ്ങൾ ഗുരുവിൻ്റെ ഒരു കോർ സന്ദേശമായി ഞങ്ങൾ കാണുന്നു. നമ്മളുടെ ഒരു ഉത്തരവാദിത്വമായി നമ്മൾ കാണുന്നു. ദാരിദ്ര്യവും ദുരിതവും സഫറിങ്ങും പാവപ്പെട്ടവരുടെ ഇടയിൽ അവസാനിക്കണം. ദ്വേഷം അവസാനിക്കണം. എല്ലാവരും ഒന്നിച്ചു നിന്ന് പോകണം. അതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ഫ്രെയിം വർക്ക് ഗുരു നമുക്ക് തന്നിരിക്കുന്നു. അതെന്താണ് എന്ന് ആണ് ഇനിയിപ്പം അടുത്ത സെഷൻ മുതൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതൊരു ഉദാഹരണമാണ്. ഗുരുവിൻ്റെ സന്ദേശം എന്താണെന്ന് ഗുരുവിൻ്റെ വാക്കുകളിൽ നിന്ന്, വ്യാഖ്യാനത്തിലല്ല. നടരാജ ഗുരുവിൻ്റെ ഈ മഹത്തായ ബുക്കിൽ പല വ്യാഖ്യാനങ്ങളുണ്ട്. അതെല്ലാം മാറ്റിവെച്ച് ഗുരുവിൻ്റെ ഈ വാക്കുകൾ, കൊട്ടേഷൻ മാർക്കിലിട്ട വാക്കുകൾ വളരെ പവർഫുൾ വാക്കുകളാണ്. ഈ ലോകത്തിന് തന്നെ ഒരു സന്ദേശമാണ്. എല്ലാ തരത്തിലുള്ള ആചാരങ്ങളെയും ചവിട്ടി മാറ്റുന്ന ഒരു സന്ദേശമാണ്. ഒരൊറ്റ റെസ്പോൺസിബിലിറ്റിയേ ഉള്ളൂ: പാവപ്പെട്ടവരുടെ ദുഃഖവും ദുരിതവും മാറ്റണം. അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പിന്നെ ഗുരു അടുത്ത ഉദ്ദേശം 45 വർഷം നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനെ സെൽഫ് സ്റ്റഡിയിലൂടെ ഞങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു. അതിൽ കിട്ടുന്ന എല്ലാവർക്കും കിട്ടുന്ന അറിവ്, ഈ വാച്ച്മാൻ ആയാലും ഞാനായാലും തുല്യ പ്രാധാന്യത്തോടുകൂടി നമ്മൾ വയ്ക്കുന്നു, ഷെയർ ചെയ്യുന്നു. ആ ബോഡി ഓഫ് നോളജിനെയാണ് സെൽഫ് സ്റ്റഡിയിലൂടെ തുല്യ അധികാരത്തോടുകൂടി എല്ലാ മനുഷ്യരും സെൽഫ് സ്റ്റഡിയിലൂടെ കാണുന്ന ഗുരുവിൻ്റെ സന്ദേശങ്ങളെ ഒന്നിച്ചു വെച്ച് ഒരു ബോഡി ഓഫ് നോളജാക്കി, ഒരു അറിവിൻ്റെ ബോഡിയാക്കി വയ്ക്കുക. അതിനെയാണ് നമ്മൾ ശ്രീനാരായണിസം എന്നൊരു വാക്ക് കൊടുത്തത്. ബുദ്ധിസം എന്നുണ്ട്. ബുദ്ധിസം എന്നൊരു വാക്കില്ല. ശ്രീ ബുദ്ധൻ മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ബുദ്ധിസത്തിനെ പഠിക്കാനും മനസ്സിലാക്കാനും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നേനെ. അതുകൊണ്ട് ആണ് ഞങ്ങൾ വിചാരിച്ചത് ഗുരുവിൻ്റെ സന്ദേശങ്ങളെ ഒരു സെപ്പറേറ്റ് ബോഡിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ശ്രീനാരായണിസം എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയാൽ കുറേ കൂടെ അതിനെ എല്ലാ വിധത്തിലും, അക്കാഡമിക്കായിട്ടാണെങ്കിലും മറ്റ് ആധ്യാത്മികമായിട്ടാണെങ്കിലും മനസ്സിലാക്കാൻ കുറേ കൂടെ നമുക്ക് ഒരു അവസരം ഉണ്ടാകും. ശ്രീനാരായണിസം എന്ന് വെച്ചാൽ സെൽഫ് സ്റ്റഡിയിലൂടെ ഗുരുവിനെ മനസ്സിലാക്കുക. അതാണ് അതിൻ്റെ കോർ പ്രിൻസിപ്പിൾ. അപ്പോൾ അതിലൂടെ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ചില ഉൾക്കാഴ്ചകളെ ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം തുടങ്ങിയത് ഈ മറ്റ് പഠനത്തിലൂടെ ഗുരുവിൻ്റെ വാക്കുകൾ എവിടെയുണ്ട്, സംഭാഷണങ്ങൾ, വാക്കുകൾ, സംവാദങ്ങൾ, പ്രവൃത്തികൾ, ഇതിനെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അതിൽ നിന്ന് മാത്രമാണ് പഠിക്കുന്നത്. അല്ലാതെ ഗുരുവിനെ ഒരു മറ്റു മതത്തിൻ്റെ വീക്ഷണത്തിലൂടെ അല്ല. ഇപ്പം അദ്വൈതമായാലും വേദാന്തങ്ങളായാലും രാമായണമായാലും അതിലൂടെ അല്ല പഠിക്കുന്നത്. ഗുരുവിൻ്റെ വാക്കുകളിൽ നിന്ന് മാത്രമാണ് പഠിക്കുന്നത്. ഇപ്പം ഇസ്ലാം എടുത്താൽ ഇസ്ലാം ഓൾഡ് ടെസ്റ്റമെൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ന്യൂ ടെസ്റ്റമെൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു പ്രവാചകന് നേരിട്ട് റിവീൽ ചെയ്ത ഒരു ടെക്സ്റ്റുണ്ട്. അപ്പോൾ അതിൽ ആ ടെക്സ്റ്റിൽ ഈ മുമ്പുണ്ടായിരുന്ന എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഒരു മുസ്ലിമിന് അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ടെക്സ്റ്റ് മാത്രം പഠിച്ചാൽ മതി, അതിനപ്പുറം പോകേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരു ദൃഷ്ടികോണം ശ്രീനാരായണീയരുടെ ഇടയിൽ, ചിലവരുടെ ഇടയിലുള്ളത് ഗുരുവിൻ്റെ വാക്കുകൾ മാത്രം പഠിച്ചാൽ മതി, അതിലൂടെ ഗുരുവിനെ മനസ്സിലാക്കാൻ നോക്കും. മറ്റുള്ളതൊന്നും പഠിക്കരുതെന്നല്ല പറയുന്നത്. പക്ഷേ ഗുരുവിനെ മനസ്സിലാക്കണമെങ്കിൽ ഗുരുവിൻ്റെ വാക്കുകൾ തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ മറ്റുള്ള വ്യാഖ്യാനങ്ങളെ ഇപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഈ പള്ളാതുരുത്തി സ്പീച്ചിനെ കുറിച്ച്, ഗുരുവിൻ്റെ അവസാനത്തെ ഒരു പ്രസംഗത്തിനെ കുറിച്ച് പല വിവാദങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഗുരു പറഞ്ഞത് നമ്മുടെ സമുദായ സംഘടന,
നമ്മുടെ SNDPയോട് പറയാണ്, നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതായിരിക്കണം. ഒന്നാലോചിച്ച് നോക്കും, ഇപ്പോൾ അതാണോ ചെയ്യുന്നത് നമ്മുടെ സമുദായ സംഘടന? എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതായിരിക്കണം. മതവിശ്വാസ സ്വാതന്ത്ര്യത്തെ അനുവദിക്കുന്നതും ആയിരിക്കണം. അപ്പോൾ മതവിശ്വാസ സ്വാതന്ത്ര്യം വളരെ വളരെ ഒരു ഗുരുവിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് നമ്മൾ കാണുന്നു. വിശ്വാസ സ്വാതന്ത്ര്യം വേണം. അപ്പോൾ മറ്റൊരു സ്ഥലത്ത് കാണുന്നു, രണ്ടുപേര് വന്ന് ഗുരുവിനോട് പറയുന്നു, കുട്ടിച്ചാത്തൻ ശല്യം ചെയ്യുന്നു. ഗുരു പറയുന്നു, ഓക്കെ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു ഒരു എഴുതി തരികയാണെങ്കിൽ കുട്ടിച്ചാത്തൻ ശല്യം ചെയ്യില്ല എന്ന് പറയുന്നു. ഇപ്പം രണ്ടുപേര് വ്യത്യസ്ത സമയത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗുരുവിനോട്. അപ്പോൾ ഗുരു പറയുന്നു, ശരി, ഞാൻ എഴുത്ത് തരാം. ഒരു കടലാസ് എടുക്കുന്നു. ശ്രീ കുട്ടിച്ചാത്തൻ അറിയുന്നതിന് ദയവായി ഇന്നാരെ ശല്യപ്പെടുത്തരുത് നാരായണ ഗുരു എന്ന് എഴുതി കൊടുത്തു. ഒരാൾ ചോദിച്ചു, ഗുരുവിന് കുട്ടിച്ചാത്തന് വിശ്വാസമുണ്ടോ? ഇല്ല, അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അപ്പോൾ ആ വിശ്വാസത്തിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം. കുട്ടിച്ചാത്തനുള്ള വിശ്വാസമാണെങ്കിൽ എല്ലാവരെയും വിശ്വാസത്തിനെ റെസ്പെക്റ്റ് ചെയ്യണം. വിശ്വാസ സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് വെച്ചാൽ വെറുതെ സ്വാതന്ത്ര്യം കൊടുക്കാനല്ല, അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുരു പറഞ്ഞത്, എല്ലാവരും ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി എല്ലാ മതങ്ങളെയും പഠിക്കണം. പഠിച്ചിട്ട് അതിൽ കാണുന്ന നന്മ ഉൾക്കൊള്ളണം. അതിനെ സ്നേഹപൂർവ്വം പങ്കുവെക്കണം. അപ്പോൾ ഇതും ഈ റെസ്പെക്റ്റാണ് കാണിക്കുന്ന ഗുരുവിനോട്. ഗുരു അതിനേക്കാളും അപ്പുറം പോകുന്നു. വക്കം മൗലവി പറയുന്നു, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആകപ്പാടെ കേരളത്തിൽ ഒരൊറ്റ ശരിക്കുള്ള മുസ്ലിമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ, അത് നാരായണ ഗുരുവാണെന്ന് പറയുന്നു. ഒരു വളരെ അടുത്ത സുഹൃത്തുക്കളും അടുത്ത പരിചയമുള്ള ആൾക്കാരുമായിരുന്നു. വക്കം മൗലവി എന്ന് പറയുന്ന വളരെ മഹാനായിട്ടുള്ള പണ്ഡിതൻ പറയുന്നു, ഇദ്ദേഹം ശരിക്കൊരു മുസ്ലിമാണെന്ന് പറയുന്നു. ഒരു കൂട്ടം ആൾക്കാർ പോയി ഗുരുവിനെ ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് പറയുന്നു. ഗുരു അവരോട് ചോദിക്കുന്നു, അതിൻ്റെ മെയിൻ ആളിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്ര വയസ്സായി? അദ്ദേഹം പറയുന്നു, ഇത്ര വയസ്സായി. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ക്രിസ്തു മതം സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ബുദ്ധമതവും നമ്മുടെ മതമാണെന്ന് ഗുരു പറയുന്നു. അപ്പോൾ ഗുരു എന്താണ് ചെയ്യുന്നത്? വിശ്വാസത്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു മാത്രമല്ല, വിശ്വാസ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, റെസ്പെക്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുകയാണ്. എല്ലാ വിശ്വാസങ്ങളെയും അതിൽ കാണുന്ന നന്മ ഉൾക്കൊള്ളുകയാണ് ഗുരു. അങ്ങനെ ഗുരു, അതുകൊണ്ടാണ് ഇതെന്തുകൊണ്ടാണ് ഗുരുവിൻ ചെയ്യുന്നത്? ഇത് ചെയ്തില്ലെങ്കിൽ സംഘർഷമുണ്ടാകും എന്ന് ഗുരുവിനറിയാം, അപരത്വം ഉണ്ടാകും. അതിലേക്ക് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നു. അപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ, നമ്മൾ ഗുരുവിൻ്റെ വാക്കുകളിൽ നിന്ന് കാണുന്ന ഒരു ഫണ്ടമെൻ്റൽ കൺസെപ്ഷൻ എന്താണ്? എല്ലാ മതങ്ങളെയും നമ്മൾ പഠിക്കണം, അതിൽ കാണുന്ന നന്മ ഉൾക്കൊള്ളണം, വിശ്വാസ സ്വാതന്ത്ര്യം കൊടുക്കണം. അതിലൂടെ നമ്മൾക്ക് എന്ത് മനസ്സിലാവും? ഗുരു ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അവസാനം ഗുരു സ്വയം വളരെ കുറച്ച് 3-4 സെൻറ്റൻസേ ഗുരു സംസാരിച്ചുള്ളൂ. ഗുരു ബേസിക്കലി പറഞ്ഞത് എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശം ഒന്നാണ്. അതുകൊണ്ട് മതങ്ങൾ തമ്മിൽ സംഘർഷിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. ഗുരു പറയുന്നു, രാജ്യങ്ങളിൽ യുദ്ധം ചെയ്ത് രാജ്യങ്ങളെ തോൽപ്പിക്കാൻ ഒക്കും, പക്ഷെ ഒരു മതത്തിന് മറ്റേ മതത്തിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഗുരു പറയുന്നത്. എന്തുകൊണ്ടാണ്? ഗുരു മതത്തിനെ റീതിയറൈസ് ചെയ്യുന്നു. എന്തായിട്ട്? അഭിപ്രായമാണെന്ന് പറയുന്നു മതം. എത്ര വലിയ സ്രോതസ്സുണ്ടെങ്കിലും, ഒരു ഹോളി ബുക്കുണ്ട്, അല്ലെങ്കിൽ ഒരു ജഗദ്ഗുരുവിൻ്റെ വാക്കുകളൊക്കെ ഉണ്ടെങ്കിലും, അവസാനം ഓണ്ടോളജിക്കലി മതം നിലനിൽക്കുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സിലാണ്. ഓരോ മനുഷ്യൻ്റെ മനസ്സിലാണ്. അതുകൊണ്ടാണ് ഒരേ സ്രോതസ്സിൽ, ഒരേ ഹോളി ബുക്കിൽ വിശ്വസിക്കുന്ന 2 സഹോദരങ്ങൾ പോലും ചിലപ്പോൾ ആ ഹോളി ബുക്കിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായത്തിൻ്റെ പേരിൽ വഴക്ക് കൂടാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ആ മതത്തിൻ്റെ റിയൽ അഭിപ്രായം ഓരോ വ്യക്തിയുടെ മനസ്സിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഗുരു മതത്തിനെ റീതിയറൈസ് ചെയ്യാണ്, അഭിപ്രായമാണ് എന്ന് പറയുന്നു.
ആ അഭിപ്രായത്തിനെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സ്നേഹപൂർവ്വം അതിനെ അപ്രോച്ച് ചെയ്യണം, റെസ്പെക്റ്റ്ഫുള്ളായിട്ട് അപ്രോച്ച് ചെയ്യണം എന്ന് ഗുരു പറയുന്നു. അപ്പോൾ വിശ്വാസ സ്വാതന്ത്ര്യം ആണ് ഗുരുവിൻ്റെ ഒരു വളരെ ഗുരുവിൻ്റെ അപ്രോച്ചിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഇതിൽ നിന്ന് നമ്മൾ കാണുന്നതാണ് ഗുരു പ്രശ്നവൽക്കരിക്കുന്നത് വ്യക്തിയുടെ വിശ്വാസത്തിനെ അല്ല. എന്ത് വേണമെങ്കിലും വിശ്വസിച്ചോളൂ, നിങ്ങൾ കുട്ടിച്ചാത്തിൽ വിശ്വസിച്ചോളൂ, സംഘടിത മതത്തിൽ വിശ്വസിച്ചോളൂ, എന്ത് വേണമെങ്കിലും വിശ്വസിച്ചോളൂ. പക്ഷെ ഗുരു പ്രശ്നവൽക്കരിക്കുന്ന അതല്ല. ഗുരു പ്രശ്നവൽക്കരിക്കുന്നത് ഞാൻ മറ്റൊരാളുടെ മതത്തിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ്. ആ സമീപനത്തിലാണ് സംഘർഷവും സൗഹാർദ്ദവും ഉണ്ടാകുന്നത്. എൻ്റെ വിശ്വാസത്തിൽ നിന്നല്ല സംഘർഷം ഉണ്ടാകുന്നത്, ദ്വേഷമുണ്ടാകുന്നത്. എൻ്റെ മറ്റൊരാളുടെ മതത്തിനോടുള്ള സമീപനത്തിലാണ് സംഘർഷം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മറ്റൊരു മതത്തിനോടുള്ള ഒരു ദ്വേഷമോ സംഘർഷമോ പാടില്ല. അതൊരു ഹാബിറ്റായിരിക്കണം. അതിൽ ഗുരു പറയുന്നു, ഇത് പഠിച്ചിട്ട് ത്യാഹ്യജിഗ്രാഹ്യ വിവേചനത്തോടുകൂടി പഠിച്ചിട്ട് അതിൽ കാണുന്ന നന്മ ഉൾക്കൊള്ളണം. വ്യത്യാസങ്ങളുണ്ടെങ്കിൽ സമബുദ്ധിയും സമബോധത്തോടുകൂടിയും അത് സെറ്റിൽ ചെയ്യണം എന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ മതത്തിനെ ഞാൻ എൻ്റേതല്ലാത്ത ഒരു മതത്തിനെ എങ്ങനെയാണ് ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്, ആധ്യാത്മികമായ അഭിപ്രായത്തിനെ എങ്ങനെയാണ് ഞാൻ അപ്രോച്ച് ചെയ്യേണ്ടത്, അതാണ് ഗുരു പ്രശ്നവൽക്കരിക്കുന്നത്. അതിന് ഗുരു ഒരു മാതൃകയാണ്, സ്വയം ഒരു മാതൃകയാണ് എന്നാണ് ഞങ്ങൾ ഗുരുവിൻ്റെ വാക്കുകളിൽ നിന്ന് കാണുന്നത്. ഗുരു ഈ പറഞ്ഞതുപോലെ മറ്റ് മതങ്ങളെ ഉൾക്കൊള്ളുന്നു. പിന്നെ ഗുരു പറയുന്നു, സനാതനധർമ്മത്തിനെ കുറിച്ച് ഗുരു പറയുന്നു, എല്ലാ മതങ്ങളും ഏതെങ്കിലും സനാതനധർമ്മങ്ങളിലും സത്യങ്ങളിലും ആണ് നിലനിൽക്കുന്നത്. എല്ലാ മതങ്ങളും എല്ലാ സനാതന ധർമ്മങ്ങളും തുല്യ പ്രധാനമാണെന്നുള്ള ആ വാക്കുകളിൽ ഗുരു പറയുന്നു. എല്ലാ സനാതന ധർമ്മങ്ങളും തുല്യ പ്രധാനമാണെന്ന് പറയുന്നു. അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത് എന്താണ്? ബുദ്ധൻ്റെ അഹിംസ, ക്രിസ്തുവിൻ്റെ സ്നേഹം, നബിയുടെ സാഹോദര്യം, ഇതെല്ലാം സനാതന ധർമ്മങ്ങളാണെന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ സനാതന ധർമ്മം എന്നുള്ള അതേ വാക്ക് ശ്രീ ബുദ്ധൻ ഉപയോഗിച്ച സനാതന ധമ്മം എന്നുള്ള വാക്ക്, ആ വാക്കിനെ ഉപയോഗിച്ച് മറ്റ് സനാതന ധർമ്മങ്ങളെ ഇല്ലാതാക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. അത് ഗുരുനിന്ദയാണ്. എല്ലാ സനാതന ധർമ്മങ്ങളും തുല്യ പ്രധാനങ്ങളാണെന്ന് പറഞ്ഞ ഗുരുവിനെ നിന്ദിക്കുകയാണ്. ഈ സനാതന ധർമ്മം എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ച് മറ്റ് മതങ്ങളുടെ സനാതന ധർമ്മങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത് ഗുരുനിന്ദ തന്നെയാണ്. അപ്പം നമ്മൾ ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഗുരുവിൻ്റെ മതത്തിനെ കുറിച്ചുള്ള ഞങ്ങൾ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, സെൽഫ് സ്റ്റഡിയിലൂടെ മനസ്സിലാക്കുന്നത്, മതം അഭിപ്രായമാണെന്നും വിശ്വാസ സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും പ്രശ്നം എൻ്റെ വിശ്വാസമല്ലെന്നും പ്രശ്നം മറ്റുള്ളവരുടെ മതത്തിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിനെ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? ഗുരു പറയുന്നു, മറ്റു മതങ്ങളെ പഠിക്കണം, അതിൽ കാണുന്ന നന്മ ഉൾക്കൊള്ളണം, അതിനെ നമ്മൾ ഉൾക്കൊണ്ട് അതിൻ്റെ എക്സ്പ്രഷനാകണം. അപ്പോൾ ഇതിലാണ് നമ്മൾ ഗുരുവിൻ്റെ എന്തുകൊണ്ട് ഗുരു ഹിന്ദു അമ്പലങ്ങൾ ഉണ്ടാക്കി, എന്തുകൊണ്ട് ഗുരു ഹിന്ദു സ്തോത്രങ്ങൾ എഴുതി പല ദൈവങ്ങളെക്കുറിച്ചും, ഇതിൽ നമ്മൾ കാണുന്നത് ഗുരുവിൻ്റെ വിശ്വാസമാണോ അതോ ഗുരുവിൻ്റെ ഈ തത്വത്തിൻ്റെ എക്സ്പ്രഷനാണോ? അതായത് മറ്റുള്ള എല്ലാവരുടെയും വിശ്വാസത്തിനെ റെസ്പെക്റ്റ് ചെയ്യണം, അതിനെ തടസ്സപ്പെടുത്തരുത് എന്നുള്ള ഗുരുവിൻ്റെ തത്വത്തിൻ്റെ ഒരു അതിൽ നിന്ന് വരുന്ന ഒരു പ്രവൃത്തിയാണോ നമ്മൾ കാണുന്നത്? അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഗുരു ഈ അമ്പലങ്ങൾ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ, ഈ സെൽഫ് സ്റ്റഡിയിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഗുരുവിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഹിന്ദു അമ്പലങ്ങൾ മാത്രം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, ആരെങ്കിലും മുസ്ലിം അമ്പലമോ ക്രിസ്ത്യൻ ചേർച്ചോ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തേനെ, അത് നമുക്കറിയാവുന്നതാണ്. ഗുരു പറഞ്ഞു. നമ്മൾ പലരും ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തുകൊണ്ടാണ് ഒരു മുസ്ലിമോ ക്രിസ്ത്യനോ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് എനിക്കൊരു മോസ്കോ ചേർച്ച് ഉണ്ടാക്കി തരൂ ഗുരു എന്ന് പറയാത്തത്?
കാരണം ഒരു മുസ്ലിമിനും ഒരു നിരോധനമില്ല. ഏത് മുസ്ലിമിന് വേണമെങ്കിലും ഒരു മോസ്ക് ഉണ്ടാക്കാം, ഒരു മഹൽ ഉണ്ടാക്കി അതിനെ നടത്താം. ഏത് ക്രിസ്ത്യനും ഒരു ചേർച്ച് ഉണ്ടാക്കാം, ഒരു നിരോധനവുമില്ല. അപ്പോൾ ഒരാൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ ആരാധിക്കാൻ ആരാധനാലയം നിരോധിക്കപ്പെട്ട ഈ ലോകത്ത് ഒരു വിഭാഗം ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് അതിവിടെ പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന പല പാവപ്പെട്ട ജനങ്ങളാണ്. ശിവനിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ, അവർ പറയുന്നു ഞങ്ങൾ ശിവനിൽ വിശ്വസിക്കുന്നു, പക്ഷേ ഇവരുടെ അനുവാദമില്ലാതെ ഞങ്ങൾക്കൊരു ശിവക്ഷേത്രം ഉണ്ടാക്കാൻ പറ്റില്ല, നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഗുരു പറയുന്നു ആ നിരോധനത്തിനെ നമ്മൾ നിരാകരിക്കും, ഞാൻ ഉണ്ടാക്കി തരും പാവപ്പെട്ടവർക്ക് വേണ്ടി. ഇതൊരു ഹിന്ദു മതത്തിനെ പ്രചരിപ്പിക്കാനാണോ അതോ ഈ ഹിന്ദു മതം എന്ന് പറയുന്ന ആ മതങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാനാണോ? അതിൻ്റെ നിരോധനത്തിനെ തകർക്കാനാണോ ഗുരു ഇത് ചെയ്യുന്നത്? അപ്പോൾ ഗുരു അസിസ്റ്റ് ചെയ്യുന്നത് ഹിന്ദുക്കളെ അല്ല, അവരവർ വിശ്വസിക്കുന്ന ദൈവത്തിനെ ആരാധിക്കാൻ പാടില്ല എന്നുള്ള നിരോധിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് ആരാധനാലയം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഗുരു, ആ നിരോധനത്തിനെ തകർക്കാൻ വേണ്ടി. അതാരായാലും ശരി, ഏത് മതത്തിലായാലും ശരി. പക്ഷെ മറ്റൊരു മതത്തിൽ ഇങ്ങനെ നിരോധനമില്ല, അതുകൊണ്ട് അത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവർ പറയുന്നു പക്ഷെ ഞങ്ങൾക്ക് ശിവനെ പൂജിക്കാനുള്ള മന്ത്രങ്ങളില്ല, പ്രാർത്ഥനകളില്ല, മന്ത്രങ്ങളിൽ പ്രാർത്ഥനകളില്ല, അത് നിരോധിച്ചിരിക്കുകയാണ്. ആ പ്രാർത്ഥന ഞങ്ങൾ വായിക്കാൻ പാടില്ല, പറയാൻ പാടില്ല, ചൊല്ലാൻ പാടില്ല. ഞങ്ങൾ വായിക്കുന്ന കഥകളിലുണ്ട് ഇങ്ങനെ ആരാധന ചെയ്യുന്ന ശൂദ്രന്മാരെ കൊന്നു എന്നൊക്കെ ഞങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു എന്ത് ചെയ്യുന്നു? അതിനെ ആ നിരോധനത്തിനെയും ഗുരു തകർക്കുന്നു. ഗുരു അവിടെ ഇരുന്ന് പ്രാർത്ഥനകൾ എഴുതി കൊടുക്കുന്നു. അത് അവരവരുടെ വിശ്വാസം അനുസരിച്ചാണ് ഗുരു പ്രാർത്ഥന എഴുതി കൊടുക്കുന്നത്. ശിവനിൽ വിശ്വസിക്കുന്നവർക്ക് ശിവൻ്റെ പ്രാർത്ഥന എഴുതി കൊടുക്കുന്നു, ദേവിയിൽ വിശ്വസിക്കുന്നവർക്ക് ദേവിയുടെ പ്രാർത്ഥന ഉണ്ടാക്കി കൊടുക്കുന്നു, സുബ്രഹ്മണ്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് സുബ്രഹ്മണ്യത്തിൻ്റെ പ്രാർത്ഥന എഴുതി കൊടുക്കുന്നു. അവരവരുടെ വിശ്വാസം അനുസരിച്ച്. ഇത് ഗുരുവിൻ്റെ വിശ്വാസമാണ് എന്ന് നമ്മൾ എന്ത് ബേസിസിൽ പറയാം? ഗുരു ഇവരിലൊക്കെ വിശ്വസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഗുരു ഇസ്ലാം മതത്തിൽ പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ മുസ്ലിമാണെന്ന് വക്ക മൗലവി പറയുന്നു. ഗുരു ഞാൻ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഗുരു പറയുന്നു. ബുദ്ധമതം എൻ്റെ മതമാണെന്ന് പറയുന്നു. ഇപ്പോൾ വാസ്തവം പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ വിശ്വാസം എന്താണ് ആരോടും ഗുരു പറഞ്ഞിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞിട്ടില്ല, രഹസ്യമാണ്. ഗുരുവിൻ്റെ സ്തോത്രങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ നിരോധിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ആരാധനാലയങ്ങളും അവർക്ക് നിരോധിക്കപ്പെട്ട പ്രാർത്ഥനകളും എഴുതി കൊടുക്കുക. അതെടുത്തിട്ട് ഗുരു ഹിന്ദു ആണെന്ന് പറയുന്നത് വലിയ ഗുരു നിന്ദയാണ്. അപ്പോൾ അത് ലാസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ വരുന്നു. എന്താണ് ഹിന്ദു? 1925 100 വർഷം മുമ്പ് നമുക്കറിയാം, ഗുരു പറയുന്നു ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നു. അന്ന് ഈ അന്ന് പോലും 1947 പോലും സവർണരല്ലാത്തവർ ഹിന്ദുക്കളായിട്ട് ഒരിക്കലും കരുതപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ 1925 ഗുരു പറയുമ്പോൾ നമ്മളാരും ഹിന്ദുക്കളല്ല. എന്നിട്ടും ഗുരു പറയുന്നു ഹിന്ദു എന്നുള്ളൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നു. സവർണർക്കും ഒരു മതമേ ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ട് ഗുരു അങ്ങനെ പറയുന്നു? ചുമ്മാതെ വെറുതെ പറയുന്നതല്ല. ഗുരു അത് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുന്നു. ഗുരു പറയുന്നു ഹിന്ദു മതം എന്ന് വെച്ചാൽ 11 മതങ്ങളുടെ പൊതുപ്പേരാണെന്ന് പറയുന്നു. ആ 11 മതങ്ങളെയും ഗുരു ലിസ്റ്റ് ചെയ്യുന്നു, നെയിം ചെയ്യുന്നു. 11 മതങ്ങൾ: പൗരാണിക മതം, വൈദിക മതം, ശൈവ മതം, വൈഷ്ണവ മതം, ദ്വൈത മതം, അദ്വൈത മതം, വിശിഷ്ട അദ്വൈത മതം, സാഖ്യമതം.
ശാക്തേയ മതം, പിന്നെ സാഖ്യമതം, വൈശേഷിക മതം, മീമാംസ മതം, അങ്ങനെ 11 മതങ്ങൾ ഗുരു പേരെടുത്ത് പറയുന്നു. ഈ 11 മതങ്ങളുടെ പൊതുപ്പേരാണെന്ന് ഗുരു പറയുന്നു. ഇപ്പോൾ ഏബ്രഹാമിക് മതം എന്ന് പറഞ്ഞാൽ അതൊരു പൊതുപ്പേരാണ്, 3 മതങ്ങളുടെ പൊതുപ്പേരാണ്. ജുഡയിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം അതിൻ്റെ പൊതുപ്പേരാണ്. സെമിറ്റിക് മതം എന്ന് പറഞ്ഞാൽ ഈ 3 മതങ്ങളുടെ പൊതുപ്പേരാണ്. പക്ഷേ ഏബ്രഹാമിക് മതം ഒരു മതമല്ല. ഈ 3 മതങ്ങളിൽ വിശ്വസിക്കുന്നവർ അവർക്ക് പറയാം ഞങ്ങൾ ഏബ്രഹാമിക് ഗ്രൂപ്പിൽപ്പെട്ട മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതൊരു മതമല്ല. ഇപ്പോൾ ഗുരു പറയുന്നത് ഹിന്ദു എന്നുള്ളത് ഒരു ഗ്രൂപ്പ് നെയിമാണ്, മതമല്ല. പക്ഷേ നമ്മൾ ഗുരുവിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് എന്താണ്, ഈ 11 മതങ്ങളും ആര്യൻ ബ്രാഹ്മണ മതങ്ങളാണ്. ഇതിൽ പ്രോസെലിറ്റൈസേഷൻ ഇല്ല, കൺവേർഷൻ ഇല്ല. ഇതിൽ ജന്മനാലേ ഈ മതങ്ങളിലെ അംഗങ്ങളാകാൻ ഒക്കുള്ളൂ. അതുകൊണ്ടാണ് അവർ നമ്മളോട് പറയുന്നത് ഈ അമ്പലത്തിൽ കയറരുത്, ഇവിടെ പൂജ ചെയ്യരുത്, ഞങ്ങളുടെ ബുക്കുകൾ വായിക്കരുത്. പൊളിറ്റിക്കൽ റീസൺസിന് 47 കഴിഞ്ഞ് പറയുന്നു നിങ്ങളൊക്കെ ഈ മതത്തിൽ ഈ ഗ്രൂപ്പിൽ പെട്ടതാണ്. ഈ മതങ്ങളിൽ പെട്ടതാണെന്ന് പറയുന്നില്ല, പക്ഷേ ഈ ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് പറയുന്നു. പക്ഷേ ആ മതങ്ങൾ ഇന്ന് വരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് സച്ചിദാനന്ദ സ്വാമി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഷർട്ടിട്ട് കയറണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരാണിത് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. മിസ്റ്റർ സുദേശ് ഒരു പോസ്റ്റിൽ പറഞ്ഞതുപോലെ അവരിത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്, അവർ നമ്മളോട് എന്താ ശരിക്കും പറയുന്നത്, ഇത് നിങ്ങളുടെ മതമല്ല എന്നാണ്. സച്ചിദാനന്ദ സ്വാമിയോട് പറയാണ് ഇത് നിങ്ങളുടെ മതമല്ല, ഇത് നിങ്ങളുടെ അമ്പലമല്ല, നിങ്ങൾക്ക് വന്നിവിടെ നിന്ന് പൂജിക്കാം. ഞങ്ങളുടെ മതത്തിൽ ഞങ്ങളുടെ ദൈവങ്ങളെ, ഞങ്ങൾ പൂജിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾക്ക് ഇവിടെ വന്ന് പൂജിച്ച് കാണിക്കയിൽ എന്തെങ്കിലും ഇട്ടിട്ട് പോകണം. പക്ഷെ ഇത് നിങ്ങളുടെ മതമല്ല. അപ്പം ഈ ഗ്രൂപ്പിൽ പെടുന്ന മതങ്ങൾ നമ്മുടെ മതങ്ങളല്ല. അപ്പോൾ ഗുരു പറയുന്നു ഇത് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്, എൻ്റെ സെൽഫ് സ്റ്റഡിയിലൂടെ മനസ്സിലാക്കുന്നതാണ്. പക്ഷേ ഇതിലൂടെ ഗുരു തന്നെ പറയുന്നു ഈ 11 മതങ്ങൾക്ക് സാമാന്യതകളുമുണ്ട്, വലിയ വൈവിധ്യങ്ങളുമുണ്ട്. അപ്പോൾ ഗുരു ചോദിക്കുന്നു വൈവിധ്യങ്ങളും, അതായത് വൈഷ്ണവന് ശൈവന് ആകാൻ ഒക്കില്ല, വളരെ വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വൈവിധ്യങ്ങളുണ്ട്. അപ്പോൾ ഈ വൈവിധ്യങ്ങൾ ഉള്ള മതങ്ങൾക്ക് എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് നെയിം കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഒരേ പരമ ഉദ്ദേശം ഒന്നായ എല്ലാ മതങ്ങൾക്കും ഒരു പൊതുപ്പേര് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ഇതിൽ യുക്തി ഉണ്ടെങ്കിൽ അതിലും യുക്തിയുണ്ട്. എന്നുവെച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ മതങ്ങൾക്കും ഒരു പരമ ഉദ്ദേശമുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഒരു ആധ്യാത്മിക അഡ്വാൻസ്മെൻറ്റ്, എന്തെങ്കിലും ഒരു ആധ്യാത്മിക അറ്റൈൻമെൻറ്റ്, അതാണല്ലോ എല്ലാ മതങ്ങളുടെയും പരമോദ്ദേശം. അപ്പോൾ ആ പരമോദ്ദേശം എല്ലാവരെയും ഒന്നിച്ച് നിർത്തുന്നു. പക്ഷേ വൈവിധ്യങ്ങളുണ്ടെങ്കിൽ എന്തുകൊണ്ട് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പൊതുപ്പേര് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്ന് ഗുരു ചോദിക്കുന്നു. അതെന്തുകൊണ്ടാണ് ഗുരു പറയുന്നത്? 1925 എന്തുകൊണ്ടാണ് ഗുരു പറയുന്നത് ഈ ഹിന്ദു എന്നുള്ള പൊതുപ്പേര് ഉപയോഗിക്കരുത്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പൊതുപ്പേര് ഉപയോഗിക്കണം? കാരണം ഹിന്ദു എന്നുള്ള പൊതുപ്പേര് ഉപയോഗിച്ചാൽ ഈ 11 മതങ്ങളുടെ പുറത്തുള്ള മതങ്ങളെല്ലാം അപരമതങ്ങളാകുന്നു, സംഘർഷമുണ്ടാകും. അങ്ങനെ ഗുരു 3-4 പൊതുപ്പേര് പറയുന്നു. അതിൽ ഒരു പൊതുപ്പേരാണ് മാനവധർമ്മം. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഗുരുവിൻ്റെ വാക്കാണ് മാനവധർമ്മം. എല്ലാ മനുഷ്യരുടെയും ആധ്യാത്മികതയെ ഉൾക്കൊള്ളുന്ന ഒരു കോൺസെപ്റ്റ്. അതിൻ്റെ ഉള്ളിൽ ഏത് വിശ്വാസമായാലും ഏത് അപ്രോച്ചായാലും അതിനെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കോൺസെപ്റ്റാണ് മാനവധർമ്മം. അപ്പോൾ മതത്തിനെ ഞങ്ങൾ സെൽഫ് സ്റ്റഡിയിലൂടെ മനസ്സിലാക്കുന്നത് മതത്തിനെ അഭിപ്രായമായി റീതിയറൈസ് ചെയ്യുന്നു. വിശ്വാസ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നു. പ്രശ്നം വിശ്വാസമല്ല, മറ്റുള്ള വിശ്വാസങ്ങളോടുള്ള സമീപനം എന്താണെന്ന് ആയിരിക്കണം എന്ന് പറയുന്നു. ആ സമീപനം സംഘർഷത്തിന് കാരണമാകാതിരിക്കാൻ ഗുരു പറയുന്നു ഈ പൊതുപ്പേരിലൂടെയാണ്, ഈ വിശ്വാസങ്ങളുടെ പൊതുപ്പേര് ഉണ്ടാക്കി ഹിന്ദു എന്നുള്ളൊരു ബാക്കി മതങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു പൊതുപ്പേര് ഉള്ളത് കൊണ്ടാണ് ഇവിടെ സംഘർഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ പൊതുപ്പേരിന് പകരം മറ്റൊരു പൊതുപ്പേര് ഉപയോഗിച്ചുകൂടെ
എന്ന് ഗുരു 1925 ചോദിക്കുന്നു. എന്നിട്ട് ഗുരു ചോദിക്കുന്നു ഇതിൻ്റെ പേരിൽ. ഗുരു പറയുന്നു, ഹിംസ കലശലായപ്പോൾ ബുദ്ധൻ അഹിംസ മുന്നോട്ട് വെച്ചു. ദേശകാലാവസ്ഥ അനുസരിച്ച് ഓരോ ജഗദ്ഗുരുക്കളും ഓരോ സമയത്ത് സംഘർഷമില്ലാതാക്കാൻ, മനുഷ്യരെ ഒന്നിച്ച് നിർത്താൻ ഓരോ ധർമ്മങ്ങൾ സനാതന ധർമ്മങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങനെ ബുദ്ധൻ അഹിംസ മുന്നോട്ട് വെച്ചു, യേശു ക്രിസ്തു സ്നേഹം മുന്നോട്ട് വെച്ചു, നബി സാഹോദര്യം മുന്നോട്ട് വെച്ചു. ഇത് പറഞ്ഞിട്ട് ഗുരു 1925 ഗുരുവിൻ്റെ വാക്കുകളിൽ ചോദിക്കുകയാണ്, ഇന്ത്യക്ക് ഇന്ന് എന്താണ് ആവശ്യം എന്ന് ചോദിക്കുന്നു. ആ ലെവലിൽ നിന്നുകൊണ്ടാണ്, ഈ ജഗത് ഗുരുക്കളുടെ ലെവലിൽ നിന്നുകൊണ്ട് അഹിംസ ബുദ്ധൻ മുന്നോട്ട് വയ്ക്കുന്നു, യേശു ക്രിസ്തു സ്നേഹം മുന്നോട്ട് വയ്ക്കുന്നു, നബി സാഹോദര്യം മുന്നോട്ട് വയ്ക്കുന്നു. ആ ലെവലിൽ നിന്നുകൊണ്ട് ഗുരു ചോദിക്കുകയാണ്, എന്താണ് ഇന്ത്യക്ക് ഇന്ന് എന്താണ് ആവശ്യം? എന്നിട്ട് ഗുരു പറയുന്നു, ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള മത്സരത്തിൽ നിന്നും വിമോചനം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുരു പറയുന്നത്, ഒരു മതത്തിന് മറ്റൊരു മതത്തിനെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? മതം എന്ന് വെച്ചാൽ ഒരു അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും ഇല്ലെങ്കിലും ആ അഭിപ്രായം എന്നേക്കും നിലനിൽക്കും. അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. അതൊരു അഭിപ്രായമാണ്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, ഒരു മതത്തിന് മറ്റൊരു മതത്തിനെ തോൽപ്പിക്കാൻ കഴിയില്ല, സംഘർഷിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഗുരു പറയുന്നു, ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള മത്സരത്തിൽ നിന്ന് വിമോചനം, ഇതാണ് ഇന്ത്യക്ക് ആവശ്യം. അതിപ്പോൾ നമുക്കൊരു റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു ഉത്തരവാദിത്വമാണ്. നമ്മുടെ ഈ തലമുറയ്ക്ക് ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഗുരു മുൻകണ്ടു ഇന്ത്യയുടെ മുമ്പിൽ കിടക്കുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വലിയൊരു സംഘർഷമാണ് ഇന്ത്യയുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ഗുരു മുൻകണ്ടു, നമ്മളോട് പറഞ്ഞു. അപ്പം നമ്മൾ ഗുരുവിൻ്റെ വാക്കുകൾ ഉപയോഗിച്ച്, ആ വാക്ക് സെൽഫ് സ്റ്റഡിയിലൂടെ മനസ്സിലാക്കി, ഈ ജാതിഭേദം മതദ്വേഷത്തിനെതിരെ ഉപയോഗിച്ച് ഇവിടെ സമാധാനം നിലനിർത്തണം, സൗഹാർദ്ദം നിലനിർത്തണം എന്നുള്ളതാണ് ഗുരുവിൻ്റെ പേരിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം. സെൽഫ് സ്റ്റഡിയിൽ കൂടെ കണ്ടുപിടിച്ച ഒരു പ്രധാന 2-3 കാര്യങ്ങൾ. ഒന്ന്, മതത്തിനോടുള്ള അപ്രോച്ചാണ്. 2, ജാതി വർണ്ണം എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചുള്ളൊരു അപ്രോച്ചാണ്. വളരെ സുപ്രധാനമായി ഞങ്ങളുടെയൊക്കെ കണ്ണുകൾ തുറന്ന ഒരു ഉൾക്കാഴ്ചയാണ് ഗുരു ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഗുരു വളരെ സിമ്പിളായിട്ട് പറയുന്നു, ജാതി എന്ന് വെച്ചാൽ ജന്മരീതിയാണ്. ജന്മരീതി, ജനിക്കുന്ന രീതി, ഒരു യോനി, ഒരു ആകാരം. ജാതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ജൻ പ്ലസ് കത്തിൻ, 2 വാക്കിൽ നിന്നാണ് ജാതി വരുന്നത്. ഒരു ഫിനോമിനനാണ്, കത്തിൻ അതിൻ്റെ നൗൺ വേർബാണ്. അതിൽ കൂടെ ജന്നിൽ കൂടെ ഉണ്ടാകുന്നതാണ് ജാതി. ആ ജന്നെന്ന് വെച്ചാൽ ജന്മരീതിയാണ്, സ്പീഷീസാണ്. അതുകൊണ്ട് ഗുരു പറയുന്നു, ഒരു യോനി, ഒരു ആകാരം. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരൊറ്റ ജന്മരീതിയേ ഉള്ളൂ, അതായത് ഒരു ജാതിയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, ഒരു ജാതി മനുഷ്യന്, ജാതി ഇല്ല എന്നല്ല, ഒരു ജാതി മനുഷ്യന്, ഒരു ജാതി ആനയ്ക്ക്, ഒരു ജാതി കുതിരയ്ക്ക്, ഒരു ജാതി ഒരു സ്പീഷീസിന്. ഗുരു പറയുന്നു, ഇത് അറിഞ്ഞുകൂടാത്ത ലോകത്ത് ആരുമില്ല, കോപിന, ഈ ബ്രാഹ്മണാദികൾ ഒഴികെ എന്ന് ഗുരു പറയുന്നു. ആ കഷ്ടം എന്ന് ഗുരു പറയുന്നു. ഇവർക്ക് മാത്രമേ. എന്തുകൊണ്ടാണ് ഗുരു അത് പറയുന്നത് വെച്ചാൽ, ഋഗ്വേദത്തിൽ പറയുന്നു 4 ജന്മരീതികളുണ്ടെന്ന് പറയുന്നു, പുരുഷ സൂക്തത്തിൽ. നമ്മളതിനോട് വഴക്കിടാനല്ല ഞാൻ പറയുന്നത്, അതൊരു വ്യത്യസ്ത അപ്രോച്ചാണ്. അതിൽ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ. പക്ഷെ നമുക്കറിയാം യാഥാർത്ഥ്യം എന്താണ്, സത്യം എന്താണ്. ഗുരു പറഞ്ഞതാണ് സത്യം. അത് സയൻറ്റിഫിക് ആയിട്ടുള്ള സത്യമാണ്. ഒരു ജന്മരീതിയേ ഉള്ളൂ മനുഷ്യൻ. അല്ല തലയിൽ കൂടെയും തോളിൽ കൂടെയും തൊടയിൽ കൂടെയും കാലിൽ കൂടെയും അല്ല മനുഷ്യർ ജനിക്കുന്നത്. മനുഷ്യൻ ജനിക്കുന്നത് ഒരു യോനിയിൽ നിന്നും ഒരു ആകാരത്തിൽ ആണ് എന്ന് ഗുരു പറയുന്നു. അത് സത്യമാണ്. എല്ലാ മനുഷ്യരും ഒരു വ്യത്യാസവും നമ്മളൊരു സ്പീഷീസാണ്. ഇവിടെ ഒരു പട്ടി കയറി വന്നാൽ ആ പട്ടിക്കറിയാം നമ്മളെല്ലാം ഒരു സ്പീഷീസാണ്. ഏത് കളറായാലും, ഏത് രാജ്യത്തു നിന്നായാലും, ഏത് ഭാഷയിൽ സംസാരിക്കുന്ന ആളായാലും, ഏത് മതമുള്ള ആളായാലും ആ പട്ടിക്കറിയാം നമ്മളെല്ലാം ഒരു സ്പീഷീസാണ് എന്ന പട്ടിക്കറിയാം. ആ
ആ വിവേകമില്ലാത്തത് ഈ ബ്രാഹ്മണാദികൾക്ക് മാത്രമാണ്. ആ കഷ്ടം എന്നാണ് ഗുരു പറയുന്നത്. അപ്പം ജാതി ഉണ്ടാകുന്ന 4 ജാതികൾ ഉണ്ടാകുന്നത് ഋഗ്വേദത്തിലാണ്, പുരുഷ സൂക്തത്തിലാണ്. പിന്നെ വർണ്ണം എന്താണ്? അപ്പം ഞങ്ങളുടെ സെൽഫ് സ്റ്റഡിയിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഞങ്ങളുടെ ചർച്ചകളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ജാതി എന്ന് പറഞ്ഞാൽ ഈ ജാതി ഈ ഋഗ്വേദത്തിൽ പറയുന്നത്, പുരുഷ സൂക്തത്തിൽ പറയുന്നത് പല കാര്യങ്ങളുടെയും ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൂമി, ആകാശം, പൃഥ്വി, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കഴുതകൾ, 2 വരി പല്ലുള്ള കന്നുകാലികൾ, ഇതിനെയൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പറയുന്നു ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറയുന്നു. പക്ഷെ ഇതിൻ്റെ ശ്രേണീകരണം പറയുന്നില്ല. ഈ 4 ഇനങ്ങൾ എന്താണെന്ന് പറയുന്നില്ല. അവരുടെ സ്റ്റേറ്റസ് ആൻഡ് പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പുരുഷ സൂക്തത്തിൽ പറയുന്നില്ല. പക്ഷേ അത് വരുന്നത് മറ്റുള്ള പിന്നുള്ള ഭഗവത്ഗീതയും അതുപോലത്തെ മറ്റ് ശാസ്ത്രങ്ങളാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ 4 ഇനങ്ങളുടെ സ്റ്റേറ്റസ്, റെസ്പോൺസിബിലിറ്റി, പ്രിവിലേജസ്, പവർ, അതിനെക്കുറിച്ചുള്ള വർണ്ണനം ഡിസ്ക്രിപ്ഷനാണ് വർണ്ണം. 4 തരത്തിലുള്ള ജന്മരീതികളുണ്ട്, 4 ജാതികളുള്ളതുകൊണ്ട് ഓരോ ജാതിയുടെയും റെസ്പോൺസിബിലിറ്റിയും സ്റ്റേറ്റസും പവർ എന്താണെന്ന് വിവരിക്കണം. അതുള്ള ആ വർണ്ണനമാണ്, ഡിസ്ക്രിപ്ഷനാണ് വർണ്ണം. അപ്പോൾ ഒരു ജാതി മനുഷ്യൻ എന്നുള്ള 3 വാക്കുകളിൽ ഗുരു ഈ ജാതിയും വർണ്ണത്തിനെയും നിഷേധിക്കുകയാണ്. ഒരു ജാതി ഉണ്ടെങ്കിൽ വർണ്ണനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. എല്ലാ മനുഷ്യർക്കും ഒരേ റെസ്പോൺസിബിലിറ്റിയും ഒരേ സ്റ്റേറ്റസും ഒരേ പവറും ഒരേ പ്രിവിലേജസും ഉണ്ട്. എല്ലാ മനുഷ്യർക്കും ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ എന്തിനാ വർണ്ണനവും ജാതിയും വർണ്ണവും ഇല്ലാതാവുന്നു? ഈ ഉൾക്കാഴ്ചയും ഞങ്ങൾക്ക് കിട്ടുന്നത്, ജാതിയെക്കുറിച്ച് കിട്ടുന്നത് വലിയൊരു ഉൾക്കാഴ്ചയാണ്. അതിൽ നിന്നും ഞാൻ ഡെവലപ്പ് ചെയ്ത്, അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു സ്റ്റുഡൻറ്റ് ഓഫ് ലോ എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാകുന്നത്, എനിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു ഈ ജാതി വർണ്ണം എന്ന് പറയുന്നത് ഒരു റിലീജിയസ് സിസ്റ്റം അല്ല, ഒരു സോഷ്യൽ സിസ്റ്റം അല്ല. എന്തുകൊണ്ട്? ഇതിൻ്റെ ഒരു പറഞ്ഞ സമുദായം എന്നുള്ള വാക്ക് ഈ പല്ലാതുരത്തിൽ ഉപയോഗിച്ചല്ലോ. അപ്പോൾ ഈ സമുദായങ്ങളെയാണ് ഈ ജാതികളിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ബ്രാഹ്മണ ജാതി എന്ന് പറഞ്ഞാൽ അതിൽ കുറേ സമുദായങ്ങൾ അതിൻ്റെ അംഗങ്ങളാണ്. പക്ഷേ ഈ ശാസ്ത്രങ്ങളിലൊന്നും പറയാത്തത് ഒരു സമുദായത്തിനെ ഈ ജാതിയിൽ ഉൾപ്പെടുത്തുന്ന പ്രൊസീജിയർ എന്താണ്. 4 കാറ്റഗറി ഉണ്ട്, 1, 2, 3, 4. ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. പിന്നെ അതിന് പുറത്തുള്ള കാറ്റഗറി 5. പക്ഷേ ഒരു നമ്പൂതിരി അല്ലെങ്കിൽ ഒരു അയ്യർ അല്ലെങ്കിൽ അയ്യങ്കർ അല്ലെങ്കിൽ ചിത്പവൻ എന്നുള്ള സമുദായങ്ങൾ എങ്ങനെയാണ് കാറ്റഗറി 1 വരുന്നത്? ഏതെങ്കിലും നമ്പൂതിരി ഏതെങ്കിലും വാക്ക് ഋഗ്വേദത്തിൽ പറയുന്നുണ്ടോ? അല്ലെ ഏതെങ്കിലും വേദത്തിൽ പറയുന്നുണ്ടോ? അപ്പം എങ്ങനെയാണ് ഒരു നമ്പൂതിരി ഒരു ബ്രാഹ്മണാകുന്നത്? എങ്ങനെയാണ് ഒരു ചിത്പവൻ ഒരു ബ്രാഹ്മണാകുന്നത്? ഇന്ന് ഒരു പ്രൊസീജിയറും ഇല്ല. അപ്പം നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നു, നമ്മളെല്ലാം IAS, IPS, ഫോറിൻ സർവീസ്, IRS ഒക്കെ ഉണ്ട്. നമ്മളൊക്കെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു ഞാൻ IASലാണ്, നിങ്ങൾ ഓരോരുത്തരും ഓരോന്ന് ഡിക്ലെയർ ചെയ്യുന്നു. ഒരു പ്രൊസീജിയറും ഇല്ല. അപ്പോൾ ഒരു പ്രൊസീജിയറും ഇല്ല. പക്ഷേ ഓരോ കാറ്റഗറിക്കും വ്യത്യസ്ത റൈറ്റ്സ് ഉണ്ട്. കാറ്റഗറി 1 ആണെങ്കിൽ എല്ലാ റൈറ്റ്സും ഉണ്ട്, എല്ലാ പ്രിവിലേജസും ഉണ്ട്. കാറ്റഗറി 2 ആണെങ്കിൽ ഓൾമോസ്റ്റ് അത്രയും ഉണ്ട്. കാറ്റഗറി 3 ആണെങ്കിൽ കുറേ ഉണ്ട്, പക്ഷെ അത്രയും ഫുള്ളായിട്ടില്ല. കാറ്റഗറി 4 ആണെങ്കിൽ കുറച്ചുണ്ട്, വലുതായിട്ടില്ല റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ്. കാറ്റഗറി 5 യാതൊരു റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസും ഇല്ല. അപ്പോൾ ഈ സമുദായവും ജാതിയും വർണ്ണവും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ഗുരുവിൽ നിന്ന് പഠിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നു, ഈ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ, വർണ്ണം, ജാതി എന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ, സിവിൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് നടക്കാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, വായിക്കാൻ പാടില്ല, ജോലി ചെയ്യുന്നത് എന്താണെന്ന് ഞങ്ങൾ കൺട്രോൾ ചെയ്യും. ഈ സിവിൽ, പൊളിറ്റിക്കൽ, ഇക്കണോമിക് റൈറ്റ്സ് കൊടുക്കുകയും എടുത്തു കളയുകയും ചെയ്യുന്ന, ഹ്യൂമൻ റൈറ്റ്സ് കൊടുക്കുകയും എടുത്തു കളയുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ വർണ്ണ സിസ്റ്റം, ജാതി സിസ്റ്റം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്, ഒരു ലീഗൽ സിസ്റ്റമാണ്, ഒരു ഫോം ഓഫ് ഗവൺമെൻറ്റാണ്. അതാണ് വർണ്ണഘടന എന്ന് പറയുന്നത്. വർണ്ണഘടന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. റൈറ്റ്സിനെ കൺഫർ ചെയ്യാനും റൈറ്റ്സിനെ എടുത്തു കളയാനും. എങ്ങനെ സമുദായങ്ങളെ ഈ 1, 2, 3, 4, 5 കാറ്റഗറൈസ് ചെയ്തിട്ട് എന്നുള്ള ഉൾക്കാഴ്ച ഈ ഗുരുവിൻ്റെ സെൽഫ് സ്റ്റഡിയിൽ കൂടെയാണ്
എനിക്ക് കിട്ടുന്നത്. പെട്ടെന്ന് മനസ്സിലാവുന്നു ഇത് റിലീജിയസ് ജസ്റ്റിഫിക്കേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുറേ സമുദായങ്ങൾ ഈ കാറ്റഗറി ഉണ്ടാക്കിയിട്ട് സെൽഫ് ഡിക്ലെയർ ചെയ്യാണ്, ഞങ്ങൾ കാറ്റഗറി 1 ആണ്, 2 ആണ്, 3 ആണ്. എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ ഈഴവ, പുലയ, തീയ, സാംബവ കാറ്റഗറി 5 ആണെന്ന് ഏതെങ്കിലും ശാസ്ത്രത്തിൽ എഴുതിയിട്ടുണ്ടോ? പിന്നെ എന്ത് ബേസിസിലാണ് നമ്മളെ കാറ്റഗറി 5-ലാക്കിയിട്ട് ഇത്രയും ശതാബ്ദങ്ങളായി നമ്മുടെ റൈറ്റ്സ് ഒക്കെ എടുത്തു കളഞ്ഞത്? ഇത് വെറും വ്യാജമല്ലേ? ഇതൊരു പൊളിറ്റിക്കൽ ഫ്രോഡല്ലേ ഓൺ ദ പീപ്പിൾ. ഫ്രോഡ് ഓൺ ദ പീപ്പിളാണ്, പൊളിറ്റിക്കൽ ഫ്രോഡ് ഓൺ ദ പീപ്പിൾ. അപ്പോൾ ഇതൊരു ഉദാഹരണമാണ്. ഗുരുവിൻ്റെ സെൽഫ് സ്റ്റഡിയിലൂടെ, ഗുരുവിൻ്റെ വാക്കുകളിലൂടെ ക്ലാരിറ്റി കിട്ടുന്നു. പെട്ടെന്ന് വലിയൊരു കാസ്റ്റ് സിസ്റ്റം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇത് വ്യാജമായി ഒരു കാറ്റഗറൈസേഷൻ ഉണ്ടാക്കി സമുദായങ്ങളെ 1, 2, 3, 4, 5 ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് എന്നിട്ട് അവരുടെ റൈറ്റ്സ് എടുത്ത് കളയുക. ഈ 1, 2, 3, 4, 5 ടൈപ്സ് ഓഫ് സിറ്റിസൺഷിപ്പാണ്. നമുക്ക് ഒരു സിറ്റിസൺഷിപ്പിനെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഒരു സിറ്റിസൺഷിപ്പ് എല്ലാവർക്കും കൊടുക്കുന്നു. ഭരണഘടന എല്ലാവർക്കും ഒരു സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നു. ഭരണഘടന 5 തരത്തിലുള്ള സിറ്റിസൺഷിപ്പ് തരികയാണ്. കാറ്റഗറി 1 സിറ്റിസൺ ആണെങ്കിൽ എല്ലാ റൈറ്റ്സും ഉണ്ട്. 2 കുറച്ച് കുറവ്, പക്ഷേ മിക്കവാറുള്ള റൈറ്റ്സ് ഉണ്ട്. 3 ആണെങ്കിൽ അതിനേക്കാളും കുറവ്, 4 ആണെങ്കിൽ അതിനേക്കാളും കുറവ്, 5 ആണെങ്കിൽ ഒരു റൈറ്റ്സും ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് സിറ്റിസൺഷിപ്പാണ്. ആ സിസ്റ്റം ഈസ് എ കാറ്റഗറി ഓഫ് സിറ്റിസൺഷിപ്പ്. അപ്പോൾ അതിനെ ഭരണഘടന എടുത്ത് കളയാണ്. അതുകൊണ്ടാണ് അവർ ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഉൾക്കാഴ്ച ഞങ്ങൾക്ക് കിട്ടുന്നത് ഗുരുവിൻ്റെ സെൽഫ് സ്റ്റഡിയിലൂടെയാണ്, നാരായണസത്തിൽ കൂടെയാണ്. നാരായണസം എന്നുള്ളൊരു മെത്തഡോളജി ഇല്ലായിരുന്നെങ്കിൽ ഈ ഉൾക്കാഴ്ച ഒരിക്കലും എനിക്ക് കിട്ടില്ലായിരുന്നു. ലാസ്റ്റ്ലി ഞങ്ങൾ ഇനി അതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അവസാനം വേണമെങ്കിൽ പറയാം, അപരത്വം. ഗുരുവിൻ്റെ വളരെ വലിയൊരു സങ്കല്പം ഈ അപരത്വം ആയിരുന്നു. അപരത്വത്തിനെ ഇല്ലാതാക്കണം. അപരത്വം എന്താണ്? ഈ ഗുരുവിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായിരുന്നു. അപരത്വത്തിനെതിരെ ശബ്ദിച്ച ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രവാചകനാണ് ഗുരു. എന്തുകൊണ്ടാണ് ഗുരു അപരത്വത്തിനെ ഫോക്കസ് ചെയ്തത്? കാരണം എന്തുകൊണ്ടാണ് ഹിംസ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് സ്നേഹം ഇല്ലാതാകുന്നത്? എന്തുകൊണ്ടാണ് സാഹോദര്യം ഇല്ലാതാകുന്നത്? ഇതൊക്കെ സാധ്യമാകണമെങ്കിൽ ആദ്യം മറ്റു മനുഷ്യരെ അപരരാക്കണം. നമ്മുടെ മനസ്സിൽ അവരുടെ മനുഷ്യത്വം നിഷേധിക്കണം. അവർ മനുഷ്യരല്ല എന്ന് കാണണം. ഈയിടെ തന്നെ ഞാൻ ഇതൊക്കെ പറയുന്നതുകൊണ്ട് എന്നെ അടിച്ചു കൊല്ലണം എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് പോട്ടെ. പക്ഷെ അതിൽ പറയുന്നത് എന്താണ്? ഞാൻ മൃഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് മനോഭാവത്തിൽ നിന്നാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നത് വളരെ ക്ലിയറാണ്. ബിക്കോസ് ഈ നാല് ഇനങ്ങൾ മാത്രമേ മനുഷ്യരുള്ളൂ. നമുക്ക് ജന്മരീതിയില്ല, മനുഷ്യജന്മമില്ല, മനുഷ്യൻ എന്നൊരു കോൺസെപ്റ്റേ ഇല്ല ഋഗ്വേദത്തിൽ. വാസ്തവത്തിൽ ഇദ്ദേഹം എന്നെ പ്രൊമോട്ട് ചെയ്യായിരുന്നു മൃഗം എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ വാസ്തവത്തിൽ നമ്മൾ മൃതവസ്തുക്കളാണ്. മൃഗങ്ങളുടെ ലിസ്റ്റ് പോലും പുരുഷ സൂക്തത്തിലുണ്ട്. നമ്മൾ അതിൽ പോലും ഇല്ല. നമ്മൾ മൃതവസ്തുക്കളാണ്. അപ്പോൾ ഒരു ചെറിയ പ്രൊമോഷൻ തന്നു. പക്ഷേ എന്നാലും ഇത് നമ്മൾ മനുഷ്യരായി ഇവർ കാണുന്നില്ല, ഈ കാറ്റഗറി 5. അതുകൊണ്ടാണ് എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മുടെ എതിരെ. അപ്പോൾ ഈ ഒരു കാറ്റഗറൈസേഷൻ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. സ്ലേവറി പോലെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ് നമ്മുടെ റൈറ്റ്സ് എടുത്ത് കളയാനുള്ള. അപ്പോൾ അത് സാധ്യമാകുന്നത് ഈ അപരത്വത്തിൽ കൂടെയാണ്. അപ്പോൾ അപരത്വത്തിനെ കുറിച്ച് നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിനെല്ലാം ഒരു പ്രതിവിധിയായി ഗുരു പറയുന്നത് അറിവാണ്. നമ്മൾ എങ്ങനെ അറിവിനെ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ നമ്മുടെ അറിവിനെ തന്നെ നമ്മൾ എങ്ങനെ കാണണം, അറിവിനെ എന്താണ് അറിവ് എന്നുള്ളത്. അറിവാണ് ഒരു വലിയൊരു പ്രതിവിധി. ഈ കാണുന്നതെല്ലാം അറിവാണെന്നാണ് ഗുരു പറയുന്നത്. കാണുന്നതെല്ലാം അറിവാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് വേറെ പ്രസൻറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ തൽക്കാലം ഞാനിവിടെ സമയം വളരെ വൈകിയതുകൊണ്ട്, പക്ഷേ ഇത്രയും പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. ഈ സെൽഫ് സ്റ്റഡിയിലൂടെ നമ്മൾ എന്താണ്, ഞങ്ങൾ ഈ ഒരു വർഷത്തിനുള്ളിൽ, മാസങ്ങളിലുള്ളിൽ ഞങ്ങൾ എന്ത് നേടി എന്ന് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഡോക്ടർ ടി എസ് ശ്യാംകുമാറിനെ റിക്വസ്റ്റ് ചെയ്യാം.